നമ്മളൊക്കെ ചാനൽ ചർച്ച കാണാറില്ലേ? ആ ചാനൽ ചർച്ചയിൽ സംഘപരിവാറിൻ്റെ അല്ലെ BJP-യുടെ പ്രതിനിധികളെ കൂട്ടത്തോടെ ആക്രമിക്കുന്നതും ആങ്കർമാർ അവരെ ഒന്നും തുറന്ന് സംസാരിക്കാൻ വിടാത്ത രീതിയിൽ പ്രതിരോധിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിൻ്റെ പിന്നിലൊരു അജണ്ടയുണ്ട്. അത് എന്താണെന്നറിയണ്ടേ? ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. നിങ്ങൾ എണ്ണി പറഞ്ഞോളൂ, ആരാ അപ്പുറത്തുള്ളതെന്ന്? ആരുമില്ല. വേണു മാതൃഭൂമിയിൽ നിങ്ങൾ ഇടയ്ക്ക് ഒരാളൊരു അഭിപ്രായം പറയുമ്പോൾ അതിനടിയിൽ ചെയ്തു വർഗീയവാദിയാണ്. വേണൊന്നും വർഗീയവാദിയല്ല. വിനു വർഗീയവാദിയല്ല. ഞാനല്ല ചർച്ചയ്ക്ക് പോകുന്നു. അവര് സുരേഷ് ഏഷ്യാനെറ്റിലെ വർഗീയവാദിയല്ല. അവരൊക്കെ നമ്മുടെ മീഡിയ വണിലെ അഭിലാഷ്. ഇവരെല്ലാവരും ഞങ്ങൾ എടുക്കുന്ന തന്ത്രം വ്യത്യസ്ത തന്ത്രമാണ്. പക്ഷെ ലീഗിന്റെ മാതിരി മാസ് ബേസുള്ള സംഘടനയല്ല. ഞങ്ങൾ ഇഷ്ടംപോലെ കോളേജും സ്കൂളും ഉണ്ട്. അവിടെയാണ് ഈ ചെറുപ്പക്കാർ വരുന്നത്. അവിടെ വർഗീയവൽക്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. വലിയ പ്രോബ്ലമാണ്. അവര് നമ്മൾ രംഗത്ത് കൊണ്ടുവരുന്നു. അവരെ രംഗത്ത് കൊണ്ടിരുന്നു. അപ്പൊ അവര് ഓൾറെഡി ഒരു ഒഴുക്കിൽപ്പെട്ടിരിക്കുക. അവിടെയൊക്കെ ഞങ്ങൾ ഇവരെ ഒക്കെ വിളിച്ചുകൊണ്ടിരാറുണ്ട് പ്രസംഗിക്കാനായിട്ട്. അതേമാതിരി തന്നെ 24 ചാനലിലെ അരുണും അറിയാലോ. അരുണിന്റെ സമീപനം നിങ്ങൾക്കറിയാം. ഗോപിയുടെ സമീപനം നിങ്ങൾക്കറിയാം. പിന്നെ ആരപ്പോ എതിർ